കലോത്സവത്തിൻ്റെ 4ാം ദിനമാണ് ഇന്ന്. ഇവിടെ ഇപ്പം നമ്മൾ സംഘനൃത്തം നടക്കുന്ന 1ാം വേദിയായിട്ടുള്ള സൂര്യകാന്തിയിലാണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വൻ ജനമാണ് ഇവിടെ. അത്രയും ജനപ്രീതി കലോത്സവത്തിൻ്റെ ആണെങ്കിലും കലകളുടെയും ജനപ്രീതി കൂടിക്കൊണ്ട് വരികയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇതിപ്പോൾ 1ാം വേദിയാണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഈ വേദി മാത്രമല്ല എല്ലാ വേദികളിലും ഇതുപോലെ തന്നെ ജനസാഗരം തന്നെയാണുള്ളത്. ഇത്രയും ജനത്തിരക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത്? കലോത്സവത്തിന് ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ തൃശ്ശൂർ പൂരാണോ തോന്നുന്നുണ്ട്? പൂരത്തിന് ഇതുപോലെ വരാറുണ്ട്, കലോത്സവത്തിന് ഇങ്ങനെ ആദ്യമായിട്ടാണ്. അത്രയും ആൾക്കാരുണ്ട്, എന്ത് തോന്നുന്നത്? നല്ല തിരക്കന്നെ. കലോത്സവമാണ്, അപ്പോൾ ഉത്സവം കലയും ഞങ്ങൾക്ക് ഒന്നാണ്. സാംസ്കാരിക നഗരിയുടെ ഞങ്ങൾ ഫാമിലി ആയിട്ടുണ്ട്. ഇതൊക്കെ ബ്ലഡിലുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഓരോ കാലത്ത് കലോത്സവത്തിൽ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നവരവിടെ. ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. വീട്ടിലല്ല, ഇപ്പോൾ 4 ദിവസമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ തന്നെയാണ്, എക്സിബിഷൻ തന്നെയാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എല്ലാ കലകളോടും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ. ഏത് സമയത്ത് എന്ത് പ്രോഗ്രാം വെച്ചാലും ഇഷ്ടമാണ്. അതിൽ തൃശ്ശൂർ പൂരം അതല്ലേ, ഏത് സംസ്കാരത്തിനും കവർ ചെയ്യുന്നതല്ലേ. അത് കേരളത്തിൽ ഒരു വെച്ചാൽ ഈ ജനാവലി കിട്ടില്ല. അതിൽ എല്ലാ കൊല്ലം തൃശ്ശൂർ പോന്നോട്ടെ, ധൈര്യമായിട്ട് നടത്താം. ഇവിടെ അല്ലെങ്കിലും കലകൾക്ക് ഭയങ്കര പാർട്ടിസിപ്പേഷനാണ്. തൃശ്ശൂർ സാംസ്കാരിക കേന്ദ്രമല്ലേ, അപ്പോൾ കലയോട് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടാണ് അവർ കൂടുതൽ വരുന്നത്. ജനാവലി അല്ലെങ്കിലും പരിപാടികൾക്ക് ആളുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണല്ലോ, അപ്പോൾ ഇത്രയും കൂടി ആൾക്കാരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സാംസ്കാരിക തലസ്ഥാനമല്ലേ, അപ്പോൾ എന്ത് പരിപാടി നടത്തിയാലും ഇവിടെ ആൾക്കാരുണ്ടാവും, നിറച്ച ആൾക്കാരുണ്ടാവും. പൂരായാലും ശരി, എന്ത് പ്രോഗ്രാം നടത്തി കഴിഞ്ഞാലും നിറയെ ആൾക്കാരുണ്ടാവും. പിന്നെ സ്റ്റേജൊക്കെ ഏതാണ്ട് അടുപ്പിച്ചല്ലേ ഇവിടെ, റൗണ്ടിൻ്റെ ഉള്ളിലാവുമ്പോൾ പിന്നെ ആൾക്കാർക്ക് പാസ് ചെയ്ത് ഓരോ സ്റ്റേജിലേക്ക് പാസ് ചെയ്ത് പരിപാടികൾ കാണാനുള്ള സൗകര്യമുണ്ട്. ഇന്നലെ വന്നിരുന്നു ഞങ്ങൾ, തിരുവാതിരയൊക്കെ കണ്ടു. എന്ത് തോന്നുന്നു ഈ തിരക്കൊക്കെ കണ്ടിട്ട്? ഇന്ന് ഭയങ്കര തിരക്കാണ്, ഇന്നലെ ഇത്രയും ഉണ്ടായിരുന്നില്ല. തിരക്കുകൾ വളരെ സന്തോഷം, ഒരു ഉത്സവ പ്രതീതിയാണ്. കുറേ ഡാൻസ് നമ്പേഴ്സൊക്കെ കണ്ടപ്പോൾ നല്ല നല്ല രസമുണ്ട്. ഓരോ ഡിഫറെൻറ്റ് ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അവൾക്കൊരു പ്രത്യേക ഫീൽ, അവൾ ദുബായിൽ ജനിച്ച് വളർന്ന ആളാണ്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആളും ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ ഞങ്ങൾ വന്നു, അപ്പോൾ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയപ്പോൾ ഇന്നും വരാമെന്നും പറഞ്ഞ് എല്ലാ പ്രോഗ്രാമും മാറ്റി വെച്ച് ഞങ്ങൾ ഇന്നും ഇങ്ങോട്ട് പോകുന്നു. ഇത് കലോത്സവം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ കുഞ്ഞാവൊക്കെ ആയിട്ട് വന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. തേക്കിൻകാട് മൈതാനത്ത് ഇവിടെ വന്ന് നിൽക്കണ ഒരു വൈബ്, ഒരു 1.5 വൈബാണ്. പിന്നെ ഇത്രയും ആൾക്കാർ, ഇത്രയും പ്രോഗ്രാംസ്, വെരി ഹാപ്പി. തൃശ്ശൂർ പൊളിയല്ലേ.